ഹായ് കൂട്ടുകാരെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 47-ലെ 8th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ പെർപെൻഡിക്കുലർ കോഡ് ഓഫ് ദ സർക്കിൾ. പ്രൂവ് ദാറ്റ് ദ ആർക്ക് എ പി സി ആൻഡ് ബി ക്യു ഡി ജോയിൻ ടുഗദർ ആസ് എ സെമി സർക്കിൾ. ചിത്രത്തിലെ വൃത്തത്തിൽ എ ബി സി ഡി ഇവ പരസ്പരം ലംബമായ ഞാണുകളാണ്. എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിനകത്തൊരു സർക്കിൾ ഉണ്ട്, രണ്ട് കോഡുകൾ തന്നിട്ടുണ്ട്, രണ്ട് ഞാണുകളാണ്. ആ രണ്ട് ഞാണുകളും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്, അതായത് ലംബമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലംബമായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ആ ചിത്രം ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡി സി എന്ന് പറയുന്നൊരു ഞാനാണ്, എ ബി എന്ന് പറയുന്നൊരു ഞാനാണ്. അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളോട് ഇനി പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊടുത്തേക്കുന്ന ഈ എ പി സി എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കഷ്ണം, സർക്കിളിൻ്റെ കഷ്ണം, ആർക്ക്. ഓക്കെ, ആ ആർക്കും മേലത്തെ ഡി ക്യു ബി എന്ന് പറയുന്ന ആർക്കും രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു സെമി സർക്കിൾ കിട്ടുമെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയാം, എ പി സി എന്ന് പറയുന്നത് ഈ ഒരു കഷ്ണം, അതുപോലെ ഡി ക്യു ബി എന്ന് പറയുന്നത് ഈ എ പി സി ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിത് എന്താണ്? ഒരു സെമി സർക്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുന്ന് വയ്ക്കാനൊക്കെ പറ്റുമോ? ഇല്ല. സോ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുകയാണ് ഈ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, ഇതിന് ഞാൻ എന്തെന്ന് കൊടുത്തു? ഒ എന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റിന് ഞാൻ ഒ എന്ന് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. സെൻറ്റർ ഇതാണെന്ന് അസ്യൂം ചെയ്യാണ്. സെൻറ്റർ ഞാൻ എന്തെന്ന് മാർക്ക് ചെയ്യണം? ക്യു ആർ, ആർ എന്ന് മാർക്ക് ചെയ്യാം. സെൻറ്റർ ആർ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ എ ഒ ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഞാൻ ആദ്യം എന്ത് ചെയ്തു? എ ഒ ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ ട്രയാങ്കിൾ ഞാൻ എഴുതി വെച്ചു, ട്രയാങ്കിൾ എ ഒ ഡി. അതിലെ ആംഗിൾ ഡി ഒ എ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് പിക്ചർ പറഞ്ഞിട്ടുണ്ട്, കോഡ് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ് ആംഗിൾ ഡി എ ഒ എന്ന് പറയുന്ന ആംഗിൾ എക്സ് ഡിഗ്രി നടത്തു. ഈ ഡി എ ഒ, ഈ ആംഗിൾ ഞാൻ എക്സ് ഡിഗ്രി നടത്തു. അതുപോലെ തന്നെ ഈ ഈ ആംഗിൾ ഒ ഡി എ എന്ന് പറയുന്നത് ഞാൻ വൈ എന്നെടുത്തു. ആംഗിൾ ഒ ഡി എ എന്ന് പറയുന്നത് വൈ എന്നെടുത്തു. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ നമുക്കറിയാം എന്താണ്? 180 ആണ്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഈ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കും? എക്സാക്റ്റ് വാല്യൂ അല്ല, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞുള്ള വാല്യൂ. അതായത് ഇത് മൊത്തം 180 ആണ്, ഇവിടെ 90 പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 90 ആയിരിക്കും അല്ലേ? നല്ല 180 ആവുള്ളൂ. അതായത് ഈ ട്രയാങ്കിൾ ഞാൻ ഇവിടേക്ക് താഴേക്ക് എടുത്ത് വരയ്ക്കാമെന്ന് വിചാരിക്കുക. ഈ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഈ ആംഗിൾ 98 പോയി. ഇവിടെ എക്സും ഇവിടെ വൈയും ആണ്. സോ ഓൾറെഡി 180 നിന്ന് 90 പോയി. ബാക്കി ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വേണം? 90 വേണം. സോ ഞാൻ എഴുതി വെക്കുകയാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90. ആണെങ്കിൽ ഒരു ഇക്വേഷൻ 1 എന്നൊക്കെ കൊടുത്തോ. ഓക്കെ ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞത് കറക്റ്റ് ആണല്ലോ? ഓക്കെ, ഇനി ചിത്രത്തിലോട്ട് നമ്മൾ വീണ്ടും വരികയാണ്. ചിത്രത്തിലെ സെൻറ്റർ ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം ആർക്ക് എ പി സിയും ആർക്ക് ഡി ക്യു ബിയും തമ്മിൽ ചേർത്ത് വെച്ചാൽ എന്ത് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഒരു സെമി സർക്കിൾ വേണമെന്ന് പറഞ്ഞേക്കുന്നത്. ഒരു സെമി സർക്കിളിന് ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആംഗിൾ. അതായത് അതിൻ്റെ ഡയമീറ്ററിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്ന ആംഗിൾ അല്ലാട്ടോ നമ്മൾ പറയുന്നത്. അതായത് ഒരു സെമി സർക്കിളിലെ മിഡിലുള്ള ആംഗിൾ ഇതാണ്. ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു സെമി സർക്കിൾ ഇങ്ങനെ വരച്ചേക്കുവാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കണം? 180 ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ എ പി സി എന്ന് പറയുന്ന ഈ സാധനം കൊണ്ടുവന്നാലും ഡി ക്യു ബി എന്ന് പറഞ്ഞ സാധനം ആർക്ക് കൊണ്ടു വെച്ചാലും സെൻട്രൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കണം?
180 ആയിരിക്കണം, എങ്കിലല്ലേ അത് സെമി സർക്കിളാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്താണ് ഇതിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ 180 എന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അതായത് എ പി സി എന്ന് പറയുന്നതിൻ്റെ സെൻട്രൽ ആംഗിളും ഇതാ നമുക്ക് എഴുതാം, എ പി സി എന്ന് പറയുന്നതിൻ്റെ സെൻട്രൽ ആംഗിളും പ്ലസ് ആംഗിൾ ഡി ക്യു ബി എന്ന് പറയുന്നതിൻ്റെ സെൻട്രൽ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, സെൻട്രൽ ആംഗിൾ ആണ് രണ്ടുപേരെയും സെൻട്രൽ ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ എന്തായി? അതൊരു സെമി സർക്കിൾ ആവില്ലേ? ഓക്കെ, ഇനി നമ്മൾ ചിത്രത്തിലോട്ട് വരികയാണ്. ചിത്രത്തിൽ നിന്ന് ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോവാം? ഈ എ പി സി എന്നുള്ള ആർക്ക് എടുത്തു. ഓക്കെ, ഈ എ പി സി എന്നുള്ള ആർക്ക് എടുത്ത് ഈ ആർക്കിൻ്റെ ഭാഗം ഞാൻ എന്തിലോട്ട് വരയ്ക്കുകയാണ്? ഈ ആറിലോട്ട് ഞാൻ എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, സോ ഈ ചിത്രത്തിൽ കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് ഞാൻ വേറൊരു ചിത്രം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം കൊടുക്കുമ്പോൾ ഈ എ പി സി എന്ന് പറയുന്ന നടുവിൽ ആറ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എ പി സിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ആറിലോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, എനിക്ക് എന്ത് കിട്ടും? ആംഗിൾ എ ആർ സി കിട്ടും ഇല്ലേ? ആംഗിൾ എ ആർ സി കിട്ടി. ഓക്കെ, ഈ എ ആർ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. ഒരു ആർക്കിൻ്റെ രണ്ടറ്റത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു കോഡിൻ്റെ രണ്ടറ്റത്ത് നിന്ന് സെൻട്രലിലോട്ട് വരയ്ക്കുന്ന വര ഇതിൻ്റെ എന്തായിരിക്കും? പകുതി ആയിരിക്കും. അതായത് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, എ ആർ എന്ന് പറയുന്നത് ഇത് ആറാന്ന് പറഞ്ഞു. ഇത് ട്രയാങ്കിൾ ആണ് കേട്ടോ, നമ്മുടെ നേരത്തെ ട്രയാങ്കിൾ ആണ്. ഇവിടെ ഞാൻ വരച്ചു. ഇത് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇതാ ഈ ഒരു പോർഷനും കൂടി നോക്കി, രണ്ടിൻ്റെയും ബേസ് എ സി തന്നെയല്ലേ? എയും സിയും. എയിൽ നിന്ന് ആറിലോട്ട് വരച്ചു, സിയിലോട്ട് വന്നു. എയിൽ നിന്ന് ഡിയിലോട്ട് വരച്ചു, സിയിലോട്ട് വന്നു. ഓക്കെ, രണ്ടിൻ്റെയും ബേസ് എ സി തന്നെയാണ്. ഒരെണ്ണം സെൻട്രലിലോട്ടാണെങ്കിൽ മറ്റേതെന്താണ്? സർക്കിൾ മുകളിലോട്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ആർ സി എന്ന് പറയുന്നത് എത്രയാവും? മേലത്തേൻ്റെ രണ്ടിരട്ടിയാവും. മേലത്തെ എത്രയാണ്? വൈ ആണ്. വൈയുടെ രണ്ടിരട്ടിയായിട്ട് മാറും. സോ നമുക്ക് എന്ത് എഴുതാം? 2y എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ, സംഭവം മനസ്സിലായല്ലോ. ഇത് രണ്ടിൻ്റെയും ബേസ് എ സി തന്നെയാണ്. ഒന്ന് ആറിലോട്ട് വരയ്ക്കുന്നത് സെൻട്രലിലോട്ടും, ഒന്ന് ഡിയിലോട്ട് വരയ്ക്കുന്ന അറ്റത്തോട്ടുമാണ്. സോ അങ്ങനെയാണെന്ന് വെച്ചാൽ സെൻട്രലിൽ വരച്ചത് എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും. ആരുടെ? ഈ അറ്റത്തുള്ളതിൻ്റെ. ഈ അറ്റത്ത് എത്ര? വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സെൻട്രലിൽ എന്തായിരിക്കും? 2y ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതേപോലെ ഞാൻ ഇനി അടുത്ത ചിത്രം എടുക്കാമെന്ന് വിചാരിക്കുക. ഇതാണ് രണ്ടാമത്തെ ചിത്രം. ഓക്കെ, ഇതേ ചിത്രത്തിൽ നിന്ന് തന്നെ ഞാനൊന്ന് വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? 6 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഞാൻ ഈ ട്രയാങ്കിൾ എക്സും വൈയും ഒക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ വരയ്ക്കുന്നത് ഡി ആർ ബി എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ വരച്ചു. അതാണല്ലോ ഡി ക്യു ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഈ ഡി ക്യു ബിൻ്റെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഡി ആർ ബി. ഓക്കെ, ഈ ഡി ആർ ബി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, ഈ ഡി ആർ ബി എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിയിൽ നിന്നും ഡിയിൽ നിന്നും. അത് രണ്ടും ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആംഗിൾ നോക്കി നോക്കി, കണ്ടോ? ഡി എ ബി എന്ന് പറയുന്ന ആംഗിൾ അതിൻ്റെ സർക്കിളിൽ ഉണ്ടാകുന്ന വേറൊരു ആംഗിൾ അല്ലേ? സോ സെൻട്രലിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ്? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. ഡി എ ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? ഇവിടെ നോക്കുക, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആറിലോട്ട് പോയി, ഡിയിലോട്ട് പോയി, ഉണ്ടാവുന്ന ആംഗിൾ സെൻട്രലിൽ. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എയിലോട്ട് പോയി, ഡിയിലോട്ട് പോയി, ഉണ്ടാവുന്ന ആംഗിൾ അറ്റത്ത്. അത് എക്സ് ആണെന്ന് തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ സെൻട്രലിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 2x ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതാണ് രണ്ട് ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഈ രണ്ട് സെൻട്രൽ ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടിയാൽ പോരെ? ഞാൻ എഴുതുവാണ് 2x പ്ലസ് 2y എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 2x പ്ലസ് 2y എന്ന് പറയുന്നത് എന്താ? ഇന്ന് ബ്രാക്കറ്റിൽ നിന്ന് പുറത്തോട്ട് എടുത്താൽ പോരെ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ? സോ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എത്രയാണ്? 90 ആണ്. ഈസ് ഈക്വൽ ടു എത്ര നീട്ടി? 180 നീട്ടി. സോ സെൻട്രൽ ആംഗിൾ എത്രയായി? 180. എന്ന് വെച്ചാൽ ആർക്ക് എ പി സിയുടെയും ആർക്ക് ഡി ക്യു ബിൻ്റെയും സെൻട്രൽ ആംഗിൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180. സെൻട്രൽ ആംഗിൾ 180 ആയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതൊരു സെമി സർക്കിൾ ആണെന്ന് അർത്ഥമായി. അതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? പ്രൂവ് ചെയ്തില്ലേ? സോ സംഭവം സിമ്പിളാണ്. കുറച്ചൊന്ന് ലോജിക്ക് ഉപയോഗിക്കണം. ഒരു 2-3 പിക്ചറൊക്കെ വെച്ചിട്ട് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് രണ്ടായിട്ട് വരച്ചേക്കുന്നത്. സോ കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടുണ്ട്. സോ ഒന്ന് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.